സമയത്താണുണ്ടോ എത്ര 1:45 നേരത്തെ ഞങ്ങൾ ഈ പറഞ്ഞ ക്ലൗഡ് ബെഡിൻ്റെ ഒക്കെ ചുവട്ടിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാണ്ടങ്ങൾ ഞങ്ങൾ പോണ വണ്ടി ഓടിച്ചിട്ടില്ല, പുതിയ വണ്ടി. അങ്ങ് ദൂരെ ഒരു വണ്ടി വരുന്നുണ്ട്. ഒരുപാട് നേരത്തേക്കൂടെ വണ്ടി ഇല്ലായിരുന്നു. ഹായ് ചങ്ങന്മാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചങ്ങന്മാരെ ഇന്നലെ കിടന്നുറങ്ങിയ സ്ഥലമാണത്. ഇപ്പം നല്ല രീതിയിൽ മഞ്ഞ് കയറുന്നുണ്ട്. രാവിലെ കുറച്ച് നേരത്തെ നീച്ചപ്പോൾ ഇല്ലായിരുന്നു. ഇപ്പം നമ്മളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുക്കാൻ ഒക്കെ നേരമായപ്പോഴേക്കും ഒരുപാട് കോറി അതുകൊണ്ട് പാറി വരുന്നുണ്ട്. നല്ല ഇവിടെയാണ് കയറുന്നത്. നല്ല ഒഴിഞ്ഞൊരു പാടം, അതിനടുത്ത് ചെറിയൊരു കാട്. ഇവിടെ നമ്മൾ വണ്ടി സൈഡാക്കി ഇവിടെയായിരുന്നു നമ്മുടെ കുക്കിങ് പരിപാടിയൊക്കെ നടന്നിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഉള്ളിത്തോല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിലെയാണ് നമ്മൾ ഇന്നലെ വന്നത് അല്ലേ. വന്ന വയ്യൊക്കെ മൂടി കിടക്കട്ടാ. ഹൈവേക്ക് കുറച്ച് ദൂരം പോകണ്ട, ഒരു 150 മീറ്റർ. എന്നാ പോലെ എന്നാ ബാ കയറി. പക്ഷേങ്കില് എന്താ ബംഗാളത്തെ അത്ര അല്ലല്ലേ, അവിടുത്തെ അത്ര അല്ല, ബംഗാളത്തെ ബീഹാറത്തെ അത്ര ഇല്ല. അയ്യോ ഉണ്ടിട്ടാ സംഭവം. നമ്മളവിടെ അതിന് മറവിലായോണ്ട് നമുക്ക് അറിയാത്ത ഉണ്ട്. സാധനമുണ്ട് വൈകുന്നല്ലത്. റോട്ടില് നിറച്ച് സാധനമുണ്ട്. പക്ഷെ എന്തൊരു കഷ്ടല്ലേ. ഞമ്മളതുകൊണ്ട് തന്നെ കേട്ടോ നേരത്തെ ഇറങ്ങി ഓടാത്തത്. കാരണം മുന്നിക്ക് കണ്ണാണല്ലോ. ഒരു വണ്ടി പോയില്ലേ, വണ്ടി പോയി. 1 ഹൈവേ ആണ് കാണുന്നത്. ഹൈവേ ഒക്കെ നമ്മൾ കേറിയില്ല. സർവീസ് റോഡാ കുറച്ച് ടൈറ്റാ. അടിയോട്ട് സർവീസ് റോഡൊന്നും കാലം വരുന്നുണ്ടേ പറയട്ടാ. ലൈറ്റ് ഇടി. അതെ ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മളെന്തായാലും ഹെഡ് ലൈറ്റ് ഇട്ടേക്കാം. അതൊക്കെ നന്നാകുക. നമുക്ക് ഇതിലാണ് പോകേണ്ടത്. അങ്ങനെയെങ്കിൽ നാഷണൽ ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. ഇങ്ങനെ പോവാ. ലൈറ്റ് ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ടിട്ട്. മോനെ ഇവിടെ എന്താ റോഡില്ലേ, സ്പീഡില് വരുന്നവനൊക്കെ ആണെങ്കിൽ ഇവിടെ പടവട്ടാ. ഞാൻ കരുതിയത് അവിടൊക്കെ ഉണ്ടാവുള്ളൂ. ഒഡീഷയിലും ഇങ്ങനെ ഉണ്ടാവും ഞാൻ കരുതിയതല്ല. ഇവിടെ ഒക്കെ പറ്റ് പോയിന്റ് ഉണ്ടാകുന്നില്ല ചേച്ചില്ലോ അല്ലേ. ഉണ്ടാകുന്നില്ലെന്നല്ല, ഉണ്ടാവും നിൽക്കുക ഉറപ്പാ. പക്ഷെ ഇങ്ങനെ വയനാട്ടിൽ നോക്കി നമ്മൾ ഇന്നലെ അത്ര ആ ഒരു ലെവലില് സാധാ പോലെ കുറച്ചൊരു കോടൊക്കെ ഉണ്ടാവാം. ഇത് അവിടത്തെ കാട്ടിലുള്ള പോലെ എനിക്ക് തോന്നുന്നത്. പിന്നെ അതായത് എന്താ പറയാ, ഈ കാറിൽ ഫസ്റ്റ് കണ്ടതുപോലെ എന്താ വെച്ചാല് ഈ വണ്ടിനൊന്നും ഓവർടേക്ക് ആക്കണം, അല്ലെങ്കിൽ ഓൻ അതൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് പെട്ടെന്ന് നിർത്തിയാകുന്ന പോലെ. ഓക്കെ. ഈ അരി പിടിച്ച് പോകാനും പറ്റൂലേ. നമ്മളീ പറഞ്ഞ പോലെ സൈക്കിള് മറിച്ച് കാളവണ്ടിയൊക്കെ ഉണ്ടാവും, ആൾക്കാരും ഉണ്ടാവും. മോനെ ഒഡീഷയില് ഞാൻ ഈ കാഴ്ച പ്രതീക്ഷിച്ചല്ലട്ടാ. അല്ലാത്ത ഇങ്ങോട്ടൊക്കെ നോക്കാം. ഇവിടെ തൊട്ടപ്പുറത്തുള്ള വലിയ മരങ്ങളൊന്നും കാണാത്ത. ഇവിടെ ആണെങ്കിൽ ഇടയ്ക്കിടക്ക് ഹൈവേന്റെ പണി കാരണം നമ്മള് മറ്റേ റോട്ടിക്ക് കയറേണ്ട അവസ്ഥയുണ്ട്. അവിടുന്ന് ഒരു 4 കിലോമീറ്റർ പോന്നപ്പോഴേക്ക് വെയിലാണ്. കുഴപ്പമൊന്നുമില്ല, ഓക്കെ തുറന്നു. റോഡ് പെർഫെക്റ്റാ. നല്ല കാഴ്ചയുണ്ട് മുന്നിക്ക്. എത്ര പെട്ടെന്നാ മാറ്റം സംഭവിച്ച്. അപ്പൊ ചില ഏരിയകളിലുള്ളൂ. അതെ, ചില ഭാഗങ്ങള്. അതൊരു പാടായതുകൊണ്ടാണോ എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതൊക്കെ പാടം തന്നെയാണോ. പാടാണ്. അതാണ്. വിശാഖപട്ടണം 475, ചെന്നൈ 1331. വിശാഖപട്ടണം 479. 50 കിലോമീറ്റർ ആണല്ലേ. കോട പിന്നെ കയറി. ഫസ്റ്റ് കോട, പിന്നെ വെയില്, പിന്നെ കോടായി. ഇവിടെ പറ്റുണ്ട് അല്ലേ. ഓരോരോ സ്ഥലത്തിൽ ഇങ്ങനെ കയറി മറിഞ്ഞു പോവല്ലേ. കിലോമീറ്റർ തട്ടുമ്പോ പല സ്ഥലത്തും പലതരം കാലാവസ്ഥയാണ്. അതിനൊരു ആക്കുണ്ട് അല്ലേ. ഇപ്പൊ നമ്മള് പോകുന്ന ഒരു 10-30 കിലോമീറ്റർ സത്യം പറഞ്ഞാ നല്ല വെയിലാകും. വെയിൽ പറഞ്ഞാൽ ചുട്ടുകൊള്ളുന്ന വെയിലല്ല, നല്ല ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ, നല്ല പ്രകാശം ഒക്കെ ആയിട്ട് കിടക്കും. ടോൾ റോഡ് ഉണ്ട്.
ഇപ്പൊ തുടങ്ങും അവിടെ എവിടെയല്ലേ കണ്ടോൾ റോഡ് സ്റ്റാർട്ട് കോട്ടയം വണ്ടി വിശാഖപട്ടണം എന്നാ ഒരു വൈബ് അല്ലെ ആ സൈഡിലൊക്കെ മരങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെ തഴുകി പോകണം കേറി പോണ കാര്യം നമ്മുടെ നാഷണൽ ഹൈവേ കാണാൻ തന്നെ ഇപ്പൊ പ്രത്യേക ഒരു വൈബിലാണ് നിൽക്കുന്നത് ഇവിടെ എന്താ പറയാ റോഡ് സൈഡിലുള്ള ചെറുകിട കച്ചവടങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെയൊക്കെ ചില വണ്ടികളൊക്കെ നിർത്തിയിട്ട് അവരൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ കുറച്ച് മൂടിയാണ്ടാണ് പിന്നെ അവരതൊക്കെ നിന്നിങ്ങനെ കഴിക്കുമ്പോഴൊക്കെ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് നമുക്ക് ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലത്തെ ഒരു ആ ഒരു സീനി ഷോട്ട് ശരിയല്ലേ കട്ടയിക്കാണ്ട് രണ്ടാമത് എടുക്കുക അതെ 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 ഏതായാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് 2 ദിവസമായിട്ട് നമ്മള് പകലില് ഇത് 3ാമത്തെ ദിവസമാണ് നമ്മൾക്ക് ഇതേ കാഴ്ച തന്നെയാണ് പകലില് അതായത് രാവിലെ ഇനി കുറച്ച് ദൂരം പോയാൽ മാത്രമായിരിക്കും ചിലപ്പോ വെയിലത്ത് വണ്ടി കാണുന്നല്ലോ റോഡ് കാണില്ലടാ പിന്നെ കുറച്ചവനെ തീരെ കാണില്ലട്ടോ മോനെ ഇതെന്താ പറയാ നമ്മള് ഈ ആരും കുടിച്ചില്ലെങ്കിൽ നമുക്ക് പണിയുണ്ട് ഡബിൾ ടിക്കറ്റ് അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ ഹെഡ്ലൈറ്റ് ഒക്കെ ഓൺ ആണ് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും മഹാനദിക്ക് കുറുകെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മഹാനദിയിലൊക്കെ വെള്ളം കുറവാണ് ഈ ക്ലൗഡ് ബെഡ് കാരണം നമ്മൾ വലിയ ക്ലിയർ ഒന്നുമില്ല പക്ഷേ ഇപ്പോ ജോർഗത്തോ അങ്ങനത്തോ ആണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ എത്തിയിട്ടുണ്ട് നമ്മള് അതായത് അല്ല ജഗത്പൂരിലാണ് നമ്മളുള്ളത് ജഗത്പൂരിലെ മഹാനദിക്ക് കുറുകെ ഉള്ള പാലത്തിന്മേ കൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമുള്ള കാഴ്ചയാണ് ശരിക്കും ഈ ഒരു ലൈനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ലൈന് ഇതില് ഹെവി വെഹിക്കിൾസിന് പെർമിഷൻ അല്ല ഒരു പോകേണ്ടത് ആറ്റത്ത് കൂടെയാണ് ആ അല്ലെങ്കിൽ അതിൽ ഓല ആരും പോകണില്ല അവരെല്ലാരും ഇതിലേ പോകണം ആരാക്കെ നോക്കണല്ലേ നിയന്ത്രിക്കാനൊന്നും ആൾക്കാരില്ല അവിടെ ഒരു ബോർഡ് മാത്രമേ ഉള്ളൂ അല്ല പറയാൻ പറ്റില്ല ചിലപ്പോ പാലത്തിന് ചിലപ്പോ പഴയ പാലാണോ എന്തോന്നും അറിയില്ലല്ലോ പറയാൻ പറ്റില്ല പുതിയ പാലം തന്നെയാണ് കണ്ടിട്ട് ശരിക്കും ആ പാലാണ് പുതിയത് കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുള്ളത് പറ്റുമോ പോകുന്ന വഴിയില്ലേ കൂളിംഗ് ഗ്ലാസ് ഇതിന് വലിയ വില ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് വാങ്ങിക്കാൻ കരുതി കാരണം നമ്മുടെ അടുത്ത കൂളിംഗ് ഗ്ലാസിന്റെ കളർ പോയി ഞങ്ങൾ കൊറേ കൊണ്ട് പോന്നു പറഞ്ഞ പോലെ ടോൾ പാസ് കഴിഞ്ഞപ്പോ അപ്പൊ അവിടുന്ന് കടല് മേടിച്ചില്ലേ ഇത് 20 റുപ്യന്റെ കടലാണ് പക്ഷേ എന്താക്കാം കുറവാ സാധനം പിന്നെ അത് മാത്രല്ല ഒന്ന് തണുത്തേ അത് രാവിലത്തെ മഞ്ഞ ഇത് കുടിച്ചാ അത് പൊട്ടിച്ചോട്ടെ ഒന്ന് ഓക്കെ അവര് നമ്മളെ പറ്റിച്ചു ആ പച്ചക്കറി പൂർണ്ണമായിട്ട് പറ്റിച്ചു പച്ചക്കറിലാണ് പച്ച എന്ന് പറയാൻ അത്ര പച്ചല്ല ഒരു മേടിയോ ആ ഇത് വറക്കുന്നുണ്ട് അതോ നമ്മള് തിന്നാൻ പറ്റൂല പള്ളേ കടിച്ചു അയ്യേ ചേടാ പറ്റിച്ച് ചെങ്ങന്മാര് ടോൾ പ്ലാസയില് നമ്മൾ ഇട്ടുവിട്ടോ നല്ല ഇടലാട്ടവര് നമ്മൾ തന്നെ എന്തേലൊക്കെ കുറിച്ച് അങ്ങനെ പോയത് എന്തേലൊക്കെ തിന്നാണ്ട് അങ്ങനെ പോയത് അപ്പൊ അയ് വല്ലാത്ത നമ്മളേതാണ്ട് പൂരി എത്താറായി ഒഡീഷയുടെ മലനിരകളാണ് ഈ കാണുന്നത് ഓ ഭയങ്കര കാറ്റാണല്ലോ കയ്യൊക്കെ പോണവരെ ഒഡീഷയുടെ മലനിരകളാണ് നല്ല ഭംഗിയുണ്ടല്ലോടാ നല്ല ഭംഗിയുണ്ട് അതായത് നമ്മളുടെ ഈ എന്താ പറയാ കോട അത് നല്ല പച്ചപ്പൊരു കോട കളറുണ്ട് നല്ല പച്ചയായിട്ട് കാണും പക്ഷെ ഫ്രണ്ടിൽ നല്ല ഒരു കോടന്റെ ഫീല് അതുകൂടി കയറിയിട്ടുള്ള ഒരു വ്യൂ ആണുള്ളത് ഏതായാലും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ നല്ല സ്വസ്ഥമായിട്ട് സഞ്ചരിക്കുകയാണ് സെന്ററിൽ പിടിച്ചിരിക്കണം ആർക്കും ഒരു ശല്യമില്ലാതെ സുഖമായിട്ട് പോവാം
എവിടെയെങ്കിലൊക്കെ കുറച്ചുകൂടി ദൂരം പോയിട്ട് നല്ലൊരു ഏരിയയിൽ ഭക്ഷണം കഴിക്കണം. അതുപോലെ തന്നെ ഇന്ന് ഏതെങ്കിലും ആറ്റോ അരുവിയെ കിട്ടുവാണെങ്കിൽ നമ്മൾ കുറച്ചേരം ചൂണ്ടലൊക്കെ ഇടാറ്. ചൂണ്ടലിടാനൊക്കെ ഉള്ള മൈൻഡ് ഉണ്ട്. കിട്ടും അറിയില്ല, മീനല്ലട്ടാ പോയേ ഏതെങ്കിലും ഒരു പോയല്ലേ ചൂണ്ടിടാൻ പറ്റുള്ളൂ. അത് കിട്ടുമോ നോക്കാൻ മതി. അതായത് ഭയങ്കര വിശപ്പ് എന്ന് പറഞ്ഞ സമയത്ത് എഴുതിട്ടാ ഇന്നലത്തെ നമ്മുടെ ഉള്ളി തക്കാളി കിഴങ്ങ് ഒക്കെ ഉള്ള കറിയുണ്ട്. അതും കൂട്ടി അതന്നെയാണ് ചിക്കനും മട്ടനൊന്നും കരുതിയിട്ടുണ്ട്. അതങ്ങനെ തിന്നല്ലേ. ചോറ് കുറച്ച് കുറവാണ്. ഈ ചോദ്യം ചോദിച്ചതിന്റെ പകരത്തിന് വേറെ ചോദ്യം ചോദിക്കട്ടെ. ഒരു സിനിമ ഉണ്ട് 101 ചോദ്യം, ഇന്ദ്രജിത്തിന്റെ പടം. അത് ഇന്ദ്രജിത്ത് മാഷാണ്. ആ കുട്ടീനോട് ആരെയും 101 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ 100 റുപ്യ തരുമ്പോൾ 101 റുപ്യ തരുമ്പോൾ അച്ഛനെ കൊണ്ടുപോകും. അച്ഛനെ കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ ബീഫില്ല, സാമ്പാർ കറിയാണ്. അപ്പോൾ ടൈമ് മറ്റുള്ളവരെ നോക്കിയാണ്ടാണ് തിന്നുന്നത്. മറ്റുള്ളവർ പ്ലേറ്റ് പോയിട്ടുണ്ട്, ഇതാണ് ഇറച്ചി, ഇതാണ് ഇതാണ് ബീഫ് പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ സ്വയം മനസ്സിലാക്കി തിന്നു. എന്തെങ്കിലും ചോദിക്കണം, അച്ഛനെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ബീഫ്, എന്തിനാണ് ഇറച്ചി വേണോ ബീഫ് വേണോ നമുക്ക് വേണ്ട. അച്ഛൻ്റെ പയരം കണ്ടാണ്ട് മകന് വേണ്ടാറിഞ്ഞാണ്ട് അതൊക്കെ പറയാൻ കാരണം എനിക്ക് ഓർമ്മ എന്താല്ലേ കഴിക്കടാ. അത് കഴിച്ചിട്ടേ പോകാം. ഒരുപാട് ദൂരം പോകാണ്ട്. നാട്ടിലേക്കല്ലേ, ഞങ്ങൾ ഇടതടവില്ലാതെ പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. നമുക്കൊരു ദിവസം ഇത്ര കിലോമീറ്റർ പിടിക്കണമെന്നൊന്നുമില്ല. നമുക്കാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് നാടെത്തണമെന്നുണ്ട്. അതുകൊണ്ടാണ് നാടെത്തിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കണമെങ്കിൽ നാടെത്തിയാൽ പറ്റും. അതാണ് തണുപ്പിൽ ഇത്രയും ദിവസം നിന്നിട്ടാണ് അറിയില്ല. ഒഡീഷത്തെ ചൂട് സഹിക്കാവുന്നതിലപ്പുറമാണ്. ഇപ്പൊ കുറച്ചുകൊണ്ടൊക്കെ നമുക്ക് ഇത്ര അല്ലേ? എനക്കുണ്ടല്ലേ, ഇനക്കുണ്ടേ. അതായത് വിയർക്കണുണ്ട്, ഒരു പൊള്ളല് പോലെ വെയിലിന്. ചൂട് കയറുന്നുള്ളൂ. ഞാൻ പിന്നെ പാൻ്റ് ഇട്ടിട്ടില്ല. ഞാൻ അതിന്റെ ചൂടും പാടെ കാലാകെ വിയർക്കണ്ടല്ലേ. ഒരു പുഴ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് നീരാടാമായിരുന്നു എന്ന് കരുതിയാ. എന്തെങ്കിലും കിട്ടിയാൽ മതി, ഒരു കാണാതെങ്കിലും. അതെ, കാണാനല്ല. അതാണ് പ്രശ്നം. ഇതിലൊക്കെ ഉണ്ടോ മണ്ണിട്ട് പൊന്തിച്ചേക്കണ റോഡ് പാടാണല്ലോ മൊത്തം. അതെ, ആരും നമുക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലൊക്കെ ഒരു പുഴയോ അരുവിയോ ഇല്ലാതിരിക്കില്ല. നോക്കിയോ കുറച്ചൊരു ദൂരം പോയാൽ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും. ഒരു പുഴ കണ്ടു, അപ്പൊ അങ്ങോട്ടേക്ക് ഇറങ്ങാണ്. ചേച്ചി ചേച്ചിന്റെ മീൻ വെക്കണ ചേച്ചിയെ ഒന്നും തോന്നരുത്. അയിലല്ലേ ഇത്? അയില അല്ലേ? അയില വാങ്ങണോ? വരുമ്പോ നോക്കല്ലേ? വരുമ്പോ നോക്കാം. ഞങ്ങള് പുഴ കണ്ടിട്ട് ഒന്ന് കുളിക്കാനേ ചൂട്ടിട്ട് വെച്ചാ അയിലുണ്ട് അവിടെ. നമുക്ക് കുറച്ചൊരു വേണമെങ്കിൽ ചൂണ്ടിട്ടും ചെയ്യാം. ഈ നട്ടുച്ചക്ക് ചൂണ്ടിട്ടിട്ട് കാര്യമൊന്നുമില്ല. രസമായിട്ട് കൊറേ ആയി ചൂണ്ടലൊക്കെ ഇട്ടിട്ട് അല്ലേ? ചൂണ്ടിട്ട് കൊറേ ഇതിലെങ്ങനെ വഴി പോണാക്കണ്. പുഴയത് അവിടെ തോണിയിട്ട് പഴയ തോണിയതാ. ഓ, നല്ലൊരു ആൽമരം. ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടോ? ക്ഷേത്രമല്ല, ക്ഷേത്രം പോലെ അല്ലേ? വണ്ടിയെടുക്കണ പാലത്തിനോട്ട് കൊണ്ടാവല്ലേ? അവിടുത്തെ പാലത്തിന്റെ ഓട് വരെ പോകണ്ടല്ലോ വണ്ടി. നമ്മളെ പാലത്തിന്റെ ഓട് തന്നെ ആവുമ്പളേ നമ്മളെ കൺമുന്നിൽ ആഹാ, ഓ നല്ല തെളി വെള്ളം. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇത്രയ്ക്ക് ആഗ്രഹിക്കണം. അല്ലാതെ ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് ഒന്നും വേണ്ട. ആഹാ, ഇറങ്ങല്ലേ? പുഴയൊക്കെ നല്ല പുഴ. പക്ഷേങ്കിൽ ഇവിടെ എന്തൊക്കെയോ പൂജകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത്തരത്തിലും നദിയിലേക്ക് വേസ്റ്റ് ചെന്നിട്ടുണ്ട്. അതായത് പൂജാവസ്തുക്കൾ കാര്യങ്ങളൊക്കെ നദിയിലേക്ക് തന്നെ വലിച്ചെറിയുന്നൊരു പരിപാടി. പിന്നെ അവിടെയൊക്കെ മീൻ നന്നാക്കിയൊരു സംഭവം. പിന്നെ അതിലൊക്കെ വള്ളങ്ങൾ പോകുന്നുണ്ട്. അതായത് മീൻപിടുത്തക്കാരാണ്. ഇവിടെയൊക്കെ വെള്ളങ്ങൾ കിടക്കുന്നുണ്ട്. അങ്ങ് ദൂരെയായിട്ട് കടലാണ്. അതായത് ഇത് കടലിനോട് യോജിക്കുന്ന ഒരു സ്ഥലമാണതുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഏട്ടനുണ്ട്. ഇതിൽ കുളിക്കാൻ പറ്റുമോ ചോദിച്ചു ഞങ്ങൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന് കുളിക്കാൻ പറ്റില്ല, കാരണം ഇത് ഉപ്പുവെള്ളമാണ്, നിങ്ങൾ കരുതണ മാതിരി ക്ലിയർ ആവില്ല. പിന്നെ മീനിൻ്റെ വേസ്റ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞാ. എന്നാൽ പിന്നെ ഞങ്ങളെ അയിലേ വാങ്ങിയിട്ട് പോകണം പോലെ. അയില വാങ്ങില്ലേ? അപ്പൊ ഞങ്ങൾ ആന്ധ്രക്ക് എത്തിട്ടോ. ആന്ധ്രക്ക് ഇപ്പൊ കുറച്ച് നിമിഷമായിക്കൂടെ. അതെ അതെ.
ആന്ധ്രയിലൂടെയാണ് ഇനി നമ്മളുടെ കളി. ഈ ആന്ധ്രത്തെ വെയില് കൊള്ളാന്ന് വിചാരിച്ചു. ആന്ധ്രത്തെ ചൂട്, ആന്ധ്രത്തെ വെയിൽ. അതെ, ഈ ആന്ധ്രത്തെ കാഴ്ചകൾ. ആന്ധ്രന്റെ ചെക്ക് പോസ്റ്റ് ഒന്നും കിട്ടിയില്ല. അവിടെ വെൽക്കം ടു ആന്ധ്രാപ്രദേശ് ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടോളുണ്ടോ? ഓളാണ് ചിലപ്പോ ചെക്ക് പോസ്റ്റിലേക്ക് പറയാൻ വേണ്ടി പറ്റാം. ചെക്ക് പോസ്റ്റ് എവിടെ അവന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ചില്ലറ കൊടുക്കേണ്ടി വരും. ആന്ധ്രക്കാർക്ക് കൊണ്ടാ പ്രശ്നേ. ആന്ധ്ര പോലീസ് തന്നെ പൈസന്റെ ആൾക്കാരാ. ഇത് പെട്രോൾ പമ്പാ. ചങ്ങായിമാരെ ഫ്ലൈ ഓവറിൻ്റെ മേലെയാണ് പണി കിട്ടി. പണി കിട്ടുക പറഞ്ഞാൽ നമ്മളുടെ ഫാൻ ബെൽറ്റ് പൊട്ടിപ്പോയി. അത് പൊട്ടി, അതായിട്ട് പൊട്ടി എന്നെ. അപ്പോൾ ഒരധീനം പിടിക്കണം, ഒരു ബെൽറ്റ് കിട്ടണം അല്ലേ? എന്താ ഇപ്പം ചെയ്യുക? ഒരു സൗണ്ട് കിട്ടും. ഞാൻ പോകുമ്പോൾ വെച്ചത് പൊട്ടിപ്പോയടാ. എന്ത് ചെയ്യും? ആണെങ്കിൽ ഇവിടെ ഒന്നൊരു കട പോലുമില്ല. അവിടെ ആയിരുന്നു ഒരു ടൗൺ ഉണ്ടായിരുന്നത്. അവിടെ നിന്നൊക്കെ നമ്മൾ പോകുകയും ചെയ്തു അല്ലേ? നമ്മൾ പകുതി എത്തിയാൽ അയ്യോ അയ്യോ അയ്യോ, ഇതേതോ ഒരു ഊർക്ക് പോണ വഴി. പോകണേ വരെ നമ്മളൊരു ഓട്ടോറിക്ഷയിൽ പോവാണ്. നമ്മുടെ വണ്ടി ആ കണ്ടീഷനിൽ ഓടാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇവിടെ പെട്രോൾ പമ്പിൻ്റെ അവിടെ ഒരു അധീനത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് കട അറിയും. നമ്മൾ ഇവരിങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് കട അറിയില്ലല്ലോ. കട അറിയില്ല എന്നുള്ളതും, പിന്നെ നമ്മളങ്ങനെ ഓടിക്കഴിഞ്ഞാൽ വാട്ടർ പമ്പ് വീണ്ടും കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഫാൻ ഒക്കെ നമുക്ക് പണിയിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇവിടെ ഈ ഒരു വണ്ടിയിൽ കയറിയിട്ട് കൊണ്ടിരിക്കുവാണ്. റിട്ടേൺ എടുത്താൽ കൊണ്ടുവന്നാക്കാൻ 200 രൂപയാണ് ചാർജ് പറഞ്ഞിട്ടുള്ളത്. എത്ര ദൂരം ഉണ്ടെന്ന് എനിക്കറിയില്ല, നോക്കി നോക്കാം. ആന്ധ്രയുടെ ഒരു ഗ്രാമീണ വഴിയിലൂടെയൊക്കെ കയറിയിരിക്കണേ. ഇതിലൊക്കെ കയറിയിട്ടാണോ ബെൽറ്റ് കിട്ടുക? ഞാൻ പറഞ്ഞത് അത് മറന്നു പോയത്. പിന്നെ കയറ്റിയ കാര്യം മറന്നോ ഭഗവാനെ. കണ്ടില്ല, ആന്ധ്രയുടെ ഗ്രാമത്തിൽ നമ്മൾ കയറിയില്ലെന്ന് പറയുന്നത്. ഇവിടെ എന്തൊരു പരിപാടി നടക്കേണ്ടത്. അതൊക്കെ എന്തോ സംഭവം ഉണ്ടാക്കുന്നുണ്ട്. ആകെ കുത്തിക്കുരുക്കളെ നമ്മളൊരു ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ടൗണിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഒരു വർക്ക്ഷോപ്പിൽ കയറിയായിരുന്നു. പക്ഷേ ഇവിടെ ഇത് കിട്ടില്ല എന്ന് പറഞ്ഞു. ഈ വണ്ടീൻ്റെ ബെൽറ്റ് ഇവിടെ കിട്ടാൻ സാധ്യതയില്ല. പിന്നെ കിട്ടണമെങ്കിൽ 100 കിലോമീറ്റർ മുന്നേക്ക് പോകണം, 120 കിലോമീറ്റർ, അല്ലെങ്കിൽ 60 കിലോമീറ്റർ ബാക്കിലേക്ക് പോകണം. അല്ലെങ്കിൽ പിന്നെ അവിടെ 30 കിലോമീറ്റർ ബാക്കിലായിട്ട് ഇതിന് ഷോറൂം ഉണ്ട് മാരുതിയുടെ. അവിടെ തന്നെ ഒരു കൗണ്ടർ സൈഡിങ് ഇല്ല. അതായത് നമുക്ക് അങ്ങനെ ചെന്നാൽ കിട്ടില്ല. പിന്നെ റിക്വസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഭാഗ്യം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെയ്ത് പോകാൻ ഇദ്ദേഹം വേറെ എവിടെയും കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോകാമെന്നാണ് തോന്നുന്നത്. കട ഓടൂല എന്ന് പറയാൻ കാരണം എന്താ പറയുക, ഒഡീഷയ്ക്ക് പോകണം. പറമ്പൂർ എന്ന് പറഞ്ഞ ഒഡീഷയിലേക്ക് പോയിട്ട് അവിടെ ഉള്ളു സാധനം. അല്ലെങ്കിൽ പിന്നെ വൈശാഖ് പോകണം. വൈശാഖ് ഇവിടുന്ന് 200 കിലോമീറ്റർ, ഒഡീഷയിലേക്ക് ഇവിടുന്ന് 60 കിലോമീറ്റർ. എവിടേക്ക് പോകണേലും വണ്ടി പോരൂല. അല്ല ഇവിടെ നിൽക്കണേ പ്രശ്നമില്ല. പക്ഷേങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ബസ് കിട്ടി, ആ ബസ്സിൽ വേണം നമ്മൾ പോവാം. നമുക്ക് ഈ പമ്പിൽ പാർക്ക് ചെയ്തിട്ട് പോകേണ്ടി വരും. അല്ലാന്താ കാട്ടുക അല്ലേ? ഒന്നും കാട്ടാൻ വേണ്ടി കഴിയില്ല. ഒരാൾ മാത്രം പോയി വന്നാലും മതി. എന്താലേ വണ്ടി അവിടെ ഇട്ടിക്കണ്. വല്ലാത്തൊരു ഏരിയയിലാണല്ലോ പെട്ടത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒഡീഷയിലേക്ക് പോവാണ്. ലോക്കുവാ ഓൻ ബാഗ്, ലാപ്ടോപ്പിൻ്റെ ബാഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ അവിടെ എന്താ വെച്ചാൽ എന്താ അറിയില്ല, ഒറ്റക്ക് ആയിട്ടുള്ള പരിപാടി ശരിയാക്കി തോന്നില്ല. എന്താ പണിയാവും ചിലപ്പോൾ. എന്താണ് സംഭവിക്കുക എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടാളും കൂടെ പോവാണ്. വണ്ടി അവിടെ ലോക്കാക്കിയിട്ടിരിക്കണ് ഹൈവേ. ഇവിടുന്ന് ബസ് കിട്ടാവോ? ഇച്ചാപ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ആദ്യം കയറേണ്ടത്. ഇച്ചാപ്പൂരിൽ കയറിയിട്ട് പിന്നെ അവിടുന്ന് ബ്രഹ്മപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം. ബ്രഹ്മപുരം എന്ന് പറയുന്നത് ഒഡീഷ. എല്ലാവരെയും കയ്യാട്ടുക, അല്ലാതെ ആരെ നിർത്തുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ബസ് ഇപ്പോൾ ഇതിൽ പോയി, ഷോനെ കിട്ടിയില്ല. പോലീസുകാർക്കൊരു കയ്യാട്ടി നമ്മള്, ഓലയും കൂടി കിട്ടിയില്ല അല്ലേ? ലിഫ്റ്റ് തരുമോ?
ലിഫ്റ്റ് ഒന്നും വേണ്ട, പൈസ തരാം അല്ലേ? പൈസ കൊടുക്കാമല്ലോ, ആവശ്യം പോയില്ലേ. ഇതെന്താ വെച്ചാലേ ഓട്ടോറിക്ഷയും കൊണ്ട് പോയി കഴിഞ്ഞാൽ വമ്പം പൈസ ആവും. ആ പോയി വന്നതിന് തന്നെ 200 റുപ്യ. അങ്ങോട്ട് ഇന്ന് നോക്കണ്ടേ. ഇതാണ് മക്കളെ യാത്രയിലൊരു അനുഭവം എന്ന് പറയണത് അല്ലേ? ഈ യാത്രയിൽ ഏറ്റവും വലിയ അനുഭവം ഇതായിരിക്കും നോക്കുവോ? പിന്നെ ആരും നിർത്തുന്നില്ല. ഓ ടീക്കെ MS പൂരോ ഏതൊരു പൂരിക്ക് പോകുന്ന ഒരു വണ്ടീനെ കിട്ടിക്കണേ ഞങ്ങൾക്ക്. ഗുഡ്സാണല്ലേ? ഗുഡ്സ് നമ്മളിങ്ങനെ പോകുമ്പോ കാണുന്നതാണ് ആൾക്കാർ ഇതിലിങ്ങനെ ഇരിക്കണ്ടേ. അപ്പൊ ഞങ്ങളിങ്ങനെ പറയും ഇവരൊക്കെ ഇങ്ങനെയല്ലേ പോകുന്നതില്ലേ, പാവല്ലേ. ഒരു ചെങ്ങായി പോലും വണ്ടി നിർത്തില്ല, മാത്രം അല്ലേ? നമുക്ക് ഇച്ചാപ്പൂരിലേക്കാണ് എത്തേണ്ടത്. പക്ഷെ ഇത് കുറച്ച് ദൂരം പോകും. പിന്നെ അവിടുന്ന് വേറെ ഏതെങ്കിലും വണ്ടിക്ക് ചാക്കിങ് ചെയ്താൽ തന്നെ പോവാം. Thank you. What is your name? Your name? Raju. Thank you, Rajat. Okay. Bye. പൈസ ഒന്നും വാങ്ങിയില്ലേ? സഹോദരനെ പോലെ കണ്ടുക്കണം. മൂപ്പര് ലിഫ്റ്റ് എന്നൊക്കെ വേണം. ഇനി നമുക്ക് അടുത്ത ആരെങ്കിലും കിട്ടണം. ഇതുപോലെ തന്നെ ഒരു രൂപ പോലും മുടക്കാതെ ഞങ്ങൾ 17 കിലോമീറ്റർ ആണ് പോകുന്നത്. താണ്ടി പോകുന്നത്. അതെ, ഇനി നമ്മൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ഒരു സഹോദരനെ കിട്ടണം. എവിടെ? നമ്മളെ അണ്ണനാണ്, നിർത്തൂല. നമ്മളെ തമ്പിന്റെ വണ്ടിയാണ്. മൂപ്പരുടെ നമ്മൾ കൈയാട്ടിയതാ, മൂപ്പര് നിർത്തിയില്ല. നമുക്ക് ഓരോ ചായ ഇതും കുടിച്ചാലോ? ബസ് പള്ള അറിഞ്ഞാലും ഒന്നുകൂടി ഒരു ഊർജ്ജം കിട്ടും നമുക്ക്. കയ്യാട്ടാ, മനസ്സിലായോ? ഒരു ചായ ഉണ്ടേ കഴിക്കട്ടാ. ഉള്ളിവട ഉണ്ട്, ഉള്ളിവട. പിന്നെ സമൂസ ഉണ്ട്, പിന്നെ കോളിഫ്ലവർ ഉണ്ട്. ഇത് ചട്നി ഒക്കെ തന്നിട്ടുണ്ട്. ഇതും കഴിച്ചിട്ട് നമുക്ക് പോവാം. ഒന്നിന് 10 റുപ്യ. വല്ലാത്ത ഇച്ചാപ്പൂര് എന്നും പറഞ്ഞിട്ടൊരു വണ്ടിയുടെ വന്ന് ഇങ്ങോട്ട് പറയാണ് ഉള്ളിവടൊക്കെ അവിടെ മുണുങ്ങിയേക്കാണ്. ഉക്കുന്നത് മുണുങ്ങിയിട്ടും കഴിഞ്ഞിട്ടില്ല. വെള്ളമല്ലാട്ടോ കയ്യില്. തൊണ്ടേ കിട്ടുമോ? ഇല്ലല്ലോ, തൊണ്ടേ കിട്ടുന്നോ? നമ്മളെ ഇച്ചാപ്പൂരിക്ക് കൊടുത്ത പൈസ കൊടുത്താ. ഇച്ചാപ്പൂരിക്കുള്ള പൈസ ആന്ധ്രയിലെ ബസ്സിൽ കയറിയില്ല, അറിയണ്ട. എല്ലാം കൂടെ അടിപൊളി. ഇത് APSRTC ആണതേ. എത്ര? ഇച്ചാപ്പൂരിക്ക് 80 റുപ്യ, ഒരാൾക്ക് 40 റുപ്യ. ദൂരമുണ്ട്. അപ്പൊ അതായി ഈ കാഴ്ചയും കണ്ടങ്ങനെ പോവാം. വല്ലാത്ത യാത്രയില് ഇതുവരെ ഇല്ലാത്ത അനുഭവമാണ്. ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോയെന്ന് പോലും ഞങ്ങൾക്ക് ഇല്ലാത്ത അനുഭവമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. സംഭവം നമുക്ക് വലിയൊരു സിറ്റുവേഷനിൽ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ടെൻഷനേക്കാൾ കൂടുതൽ സന്തോഷം. കുറച്ചേക്ക് എന്ന് പോയത് പറഞ്ഞ പോലെ കണ്ടത്. എന്നാ ബസ്സാണ്, നല്ല ക്ലീൻ ബസ്സാണ്. ഇവിടെ ബസ്സിന് ബെല്ലില്ല. ഇവിടുത്തെ ബസ്സിൻ്റെ ബെല്ല് കണ്ടോളിട്ടാ. നമ്മളെ കണ്ടക്ടർ സാർ ഇപ്പം അടിക്കും. ഇതിവിടെ അടിച്ചു. അത് കമ്പിമ കൊട്ടായി. കമ്പിമ നേരത്തെ ഇവിടെ കൊട്ടി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൗണ്ട് വരും. ഡ്രൈവർ അത്ര പ്രതീക്ഷിച്ചാൽ മതി. കിണി മാത്രം പ്രതീക്ഷിച്ചാൽ പറ്റൂല. 2 സൗണ്ട് ഉണ്ട്. ഏതാ വരികയെന്ന് പറയാൻ പറ്റൂല. അതെ. അങ്ങനെ ഞങ്ങൾ ഇച്ചാപ്പൂർ എത്തിയിട്ടുണ്ട്. ഇച്ചാപ്പൂരിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഷോറൂമിലേക്ക് ഒരു 3 കിലോമീറ്റർ കൂടി ഉണ്ട്. 2.5 കിലോമീറ്ററോ നമുക്ക് ഇവിടുത്തെ വർക്ക്ഷോപ്പിലൂടെ കണ്ട ചോദിച്ചു നോക്കണം. പിന്നെ ഇവിടെ തന്നെ കിട്ടുകയാണെങ്കിലേ നോക്കാം. മോനെ ഒരു ബസ്സിൽ നിന്ന് അടുത്തൊരു ബസ്സിലേക്ക് അല്ലേ? ഞാൻ മോനെ
നമ്മളെ വണ്ടിയാ പോണ്. ഇനി അടുത്ത വണ്ടി ഞങ്ങളിവിടെ അന്വേഷിക്കാൻ വേണ്ടി നിന്നില്ല. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോ തന്നെ ബസ് കിട്ടി. ഈ ബസ് പോയാൽ പണിയോ ചിലപ്പോൾ ഇവിടുന്ന് ഇപ്പൊ പോയാൽ തന്നെ നമുക്ക് അത്യാവശ്യം ടൈം എടുക്കും. പക്ഷെ ഇത് കുറച്ച് ഫാസ്റ്റ് ബസ്സാ. ബറംപൂർ ബറംപൂരിലേക്കാണ് പോകുന്നത്. ഇച്ചാപ്പൂർ ഇതാണ്. ഇച്ചാപ്പൂര് അത്യാവശ്യം തിരക്കില്ല. മെയിൻ റോഡാണത്. ഹൈവേ, നാഷണൽ ഹൈവേ കുറേ അപ്പുറത്താണ്. റെഡി ടു ഗോ. ഞങ്ങൾ റെഡിയാണ് അല്ലേ? റെഡിയാണ്. ഈ ഇച്ചാപ്പൂർ എന്ന് പറയുന്നത് ഒഡീഷയുടെയും അതുപോലെ തന്നെ ആന്ധ്രയുടെയും ഒരു ബോർഡർ ഏരിയയിലുള്ളതാണ്. ഇത് ആന്ധ്രയിലാണ്. നമ്മളിനി പോകുന്ന ബറംപൂർ അത് ഒഡീഷയിലാണ്. പക്ഷേ ഇതിൽ ബോർഡറിന് കുറച്ച് അകലെയാണ്. ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം ഒരു 26 കിലോമീറ്ററാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. വണ്ടി ചാലുമായിട്ടുണ്ട്, പോക്ക് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഹൈവേയിൽ കയറി നല്ല കൂടുതൽ വിടുന്ന് കരുതണം അല്ലേ? മറ്റേ ബസ് ഓന് ലോക്കൽ അടിക്കുന്ന ബസ് പോലെ എത്ര ടൈം പറയാനും ചെറിയൊരു ദൂരത്തിന് ഹൈവേയിലൊക്കെ പതുക്കെ പോകണം. ഇതൊക്കെ വീടുകളാട്ടാ. ആന്ധ്രൻ്റെ ഓരോ കാഴ്ചകളാണ്. ബസ് അങ്ങനെ പതുക്കെ പോകണുള്ളൂ. ഇന്ന് എത്തൂല, തിരിച്ചു പോരാനുള്ളതാണ്. ഫ്ലാറ്റ് കിട്ടിയെന്നല്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒഡീഷയിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒഡീഷയിലൂടെയാണ്. ഇനി അവിടെ തട്ടാ എന്താണ് ബറംപൂരിലെ തട്ട. ബറംപൂർ നമ്മൾ കരുതിയത് പോലെ വലിയൊരു നഗരമാണ്. ബറംപൂരിലെത്തിയിട്ടുണ്ട്. നാലെടുത്തോ ക്യാമറ. ഞാൻ യൂട്യൂബറോ? യൂട്യൂബിലൊക്കെ ഫേമസ് ആവുക അപ്പം കിട്ടും. ഇവിടെ നമ്മളെ കാണുന്ന വർക്ക്ഷോപ്പ് അവിടെ. കാരണം എന്താ വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ദൂരമാണ് പോകുന്നത്. ബെസ്റ്റ് കാര്യമായ ഇവിടെ തന്നെ നിന്നാണ് ഞങ്ങള്. ഇവിടെ തന്നെ നിന്നാണ് ഞങ്ങള്. അല്ലാ എന്താ വടയുണ്ട്. ഇവിടെ എന്താ വെച്ചാൽ വടയുണ്ട്, മുളക് ബജി ഉണ്ട്, ഉള്ളിവട ഉണ്ട്, പിന്നെ വേറെ ഏതൊരു വടയുണ്ട്, ജിലേബി ഉണ്ട്. ഓ വല്ലതോ ഇത് 2 രൂപ. അവിടെ വാങ്ങിക്കോ. ആക്കണം 6 പറഞ്ഞ തിന്നൂട്. ഞങ്ങൾക്ക് പള്ളേ പൈസ നിന്നോട് പറയാൻ നിൽക്കരുത്. 6 എണ്ണം ഉണ്ട്. ഓക്കെ. അതായത് വലിയ കലിപ്പില്ല. 1-ന് 5 ഉറുപ്പ്യ ഉള്ളൂ. ഒരു മുളക് ബജിക്കും 5 പിന്നെ എന്താ മറ്റെന്താ വെച്ചാൽ വടക്കും 5. പിന്നെ വേറെയും കുറെ എന്തൊക്കെയാണ്. പക്ഷേ നമ്മളിവിടെ തിന്ന് കഴിഞ്ഞാൽ നമ്മളെ സാധനം കിട്ടൂല അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മെല്ലെ അങ്ങോട്ടേക്ക് പിടിക്കുകയാണ്. കുറച്ച് 1 കിലോമീറ്റർ നമുക്ക് നടക്കാണ്ടും പോലോ. ചങ്ങേമര ആക്സസറീസും തപ്പി പോയോണ്ടിരിക്കുക തന്നെയാണ്. ഇവിടെ നിന്ന് തിരിയാന്നല്ല നമുക്ക് സാധനം എവിടെ നിന്ന് കിട്ടുന്നൊരു ഐഡിയ അല്ല. ഞങ്ങൾ തന്നെ അങ്ങനെ പോവുകയാണ്. ഇത് എവിടേക്കുള്ള വഴിയാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമുക്ക് ഒരാളൊരു സ്ഥലം പറഞ്ഞാൽ അവിടേക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. SBI മെയിൻ ബ്രാഞ്ച്. ഓട്ടോറിക്ഷക്കാരെ വിളിച്ചിട്ട് ഓട്ടോറിക്ഷക്കാർക്ക് 100 രൂപ ചാർജ്. 100 രൂപയ്ക്കുള്ള വകുപ്പില്ല. ആകെ 1/2 കിലോമീറ്റർ ദൂരമുള്ള ആൾ പറഞ്ഞിരുന്നോളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഓട്ടോറിക്ഷനെ സ്കിപ്പാക്കിയിട്ട് ഇങ്ങനെ പോകുന്നത്. ഏതായാലും പോയോക്കട്ടെ. കിട്ടി പോയാൽ പോയി. KKPP ആണ്. ലാസ്റ്റ് 50 രൂപയൊക്കെ ഏട്ടനെ കിട്ടി. അതിലിപ്പോൾ 100 രൂപ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് നമ്മളെ ആവശ്യം നടക്കണ്ടേ? പക്ഷേ എങ്കിൽ 1/2 കിലോമീറ്റർ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഇടങ്ങേറേ. ഒന്നിലും നമ്മൾ അല്ലേ മനുഷ്യന്മാരല്ലേ? ഇത് കേൾക്കുമ്പോൾ ഒറ്റയ്ക്ക് ടെൻഷനാവല്ലേ? അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇനി കിട്ടുന്നൊക്കെയാണ് മൂപ്പര് പറയണത്. മൂപ്പരോട് ഞാൻ ചോദിച്ചു കിട്ടുന്നൊക്കെ പറഞ്ഞാൽ കിട്ടിയാൽ മതിയായിരുന്നില്ല എന്നാണെങ്കിൽ ഇന്നത്തെ ദിവസം ഇവിടെ പോട്ടാ. ഇവിടെ ഏതെങ്കിലുമൊക്കെ ഒരു മൂലക്ക കടന്നുറങ്ങേണ്ടി വരും. വണ്ടി അവിടെ ഒറ്റക്കായിരിക്കും. ഇങ്ങനെ ഒരു ഏരിയ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ കുറേ കാറിൻ്റെ എന്തൊക്കെയാണ് കിട്ടുമെന്നൊക്കെ പറഞ്ഞത്. നമ്മുടെ ഓട്ടോറിക്ഷക്കാരനുണ്ട് അവിടെ നിൽക്കണം. മൂപ്പര് കൊണ്ടുവന്ന് വിട്ട സ്ഥലമാണ്. മൂപ്പര് അവിടെ തന്നെ നിർത്തിച്ചേക്കാണ് ഞാൻ. കാരണം 80 രൂപ കൊടുത്താലും എന്താ 80 രൂപ റിട്ടേൺ കൊടുക്കണം. റിട്ടേൺ കൊടുത്താലും നമുക്ക് വീണ്ടും ബസ് സ്റ്റോപ്പിൻ്റെ അടുക്ക് എത്തും. ഇതുവരെ പോയി നടന്ന സ്ഥലത്തൊന്നും നമുക്ക് സാധനം കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോവാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്ഥലമാണ്. സ്റ്റേറ്റ് ബാങ്കിൻ്റെ മെയിൻ ബ്രാഞ്ചിൻ്റെ ഏരിയയിലുണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു മെയിൻ ബ്രാഞ്ചിൻ്റെ ഏരിയക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അതാണ്. എവിടേക്ക് എത്തുമെന്ന് വെച്ചറിയില്ല. വല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ. ഇവിടെ വേറെ വിഷയം കേൾക്കണത് ഇവിടെ നിന്ന് അങ്ങോട്ട് ബസ്സില്ല. ആന്ധ്രയ്ക്ക് ഇനി ബസ്സില്ല. ആന്ധ്രയ്ക്ക് ഓട്ടോറിക്ഷ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിലേ ഉള്ളൂ. അവിടേക്ക് എത്തിയാലും നമുക്ക് അവിടുന്ന് ആന്ധ്രയ്ക്ക് എത്തിയാലും ആന്ധ്രയിൽ നമുക്ക് 27 കിലോമീറ്ററോളം ബോർഡറിന് പോകാണ്ട്. അതൊക്കെയാണ് പണി. ഈശ്വരന്മാരെ സാധനം ഇവിടെ ഉണ്ടെന്ന് തല്ല കുലുക്കിയ ആള്.
നമ്മൾ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ജീവൻ പകുതി കിട്ടിയ പോലെയാണ്. കാരണം ഇനി വേറെ കടല്ല. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇതാണ് കട. ഇതല്ല ഇനി വേറെ കട ഇവിടെ ഇല്ല. നമ്മളൊരു ഓട്ടോറിക്ഷക്കാരുണ്ട് അവിടെ അവിടെ നിൽക്കണ്. സാധനം എന്നെ ആയാൽ മതിയേനു. ഇല്ലാന്ന് പറയില്ലേ അക്ക, ദയവേ ഇത് അത് നോക്കിയിട്ടില്ല എന്ന് പറയില്ലേ. അതിന് അവിടെ ഈ അല്ലേ എത്ര പൊന്താത്ത ഇത് ക്ലൈമാക്സ് പോലെയാണല്ലോ. ഇതല്ലാന്ന് പറയില്ല കേട്ടോ, അല്ലാന്ന് പറയില്ലേ. ദയവേ ഇത് അങ്ങനെ പറയരുത്. അതിനെയാണ് അല്ലാന്ന് പറയില്ലേ, അല്ലാന്ന് പറയില്ലേ. ഭഗവാനെ ദൈവത്തിനൊക്കെ ഇങ്ങനെ വിളിച്ചൊരു ദിവസം യാത്രയിലുണ്ടായിക്കണമെങ്കിൽ അതിതായിരിക്കും. കിട്ടണേ 150 കൊടുക്കടാ പൈസ 150 രൂപ. പിന്നെ ആന്ധ്രയ്ക്ക് എത്ര നമുക്ക് ആന്ധ്രയ്ക്ക് കുക്കോ പോര്. നമ്മൾ ഓട്ടോറിക്ഷക്കാരൻ തെരിഞ്ഞ് പോവുകയാണ് ഞങ്ങൾ. മക്കളെ ഓ ടൈറ്റാ. ഓട്ടോറിക്ഷക്കാരൻ തരാനൊന്നുമില്ല. അവിടെ SBI ബ്രാഞ്ചിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് ആള്. പക്ഷേ അവിടെ വരെ എത്തണം നമ്മൾ. ഇല്ലേ ആ ചലോ ആന്ധ്ര കാ ബസ് സ്റ്റോപ്പ് മേ ചലോ. അതെ കളയിലെ ബാഗ് ഇടലാ. ഈ ധരംപൂർ ഞാൻ മനസ്സിലാക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നുകൊണ്ട് നിൽക്കുന്ന ഒഡീഷയിലെ വലിയൊരു നഗരം തന്നെയാണ്. ഈ ഒരു സമയത്ത് പോലും ആളുകൾ നല്ല രീതിയിൽ ഇറങ്ങി നല്ല സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളാണെങ്കിലും പർച്ചേസിങ് ആണെങ്കിലൊക്കെ നടത്തുന്ന ഒരു ഏരിയ തന്നെ, അത് ഒരു നടക്കുന്ന ഒരു ടൗൺ തന്നെയാണ് ഈ ഒരു ധരംപൂർ ടൗൺ എന്ന് പറയുന്നത്. ഞങ്ങളങ്ങനെ കൊർണീഷിയിലേക്ക് പോകണം. കൊർണീഷി ഈ കളി കൊർണീഷിയിലാണ് കേട്ടോ. കൊർണീഷിക്കകത്തട്ടെ അടുത്തൊരു ഓട്ടോ പിടിച്ചിരിക്കണേ കൊർണീഷിയിലേക്ക്. ഇച്ഛാനഗർ. ഇനി നമുക്ക് എവിടേക്കാ പോകണ്ടേ? ഇച്ഛാനഗർ അല്ലേ? നമ്മൾ വന്ന വണ്ടിയാണോ പോണേ? അപ്പോൾ നമ്മളിനി ഹൈവേനെ മുറിച്ച് കിടന്ന് അപ്പുറത്ത് എത്തണം. ആ പോയിക്കോ ഞാൻ പോയിട്ടാ. ഇതെങ്ങനെ ചാടി കിടക്കും? അവിടെ നിന്ന് ചാടേണ്ടി വരും. എന്നിട്ട് ഇവിടെ എവിടെ നിന്നാലാണ് ഇനി നമുക്കുള്ള വണ്ടി കിട്ടുക. അവിടെ കേൾപ്പണ്ടോ നാട്ടിവിടെ എന്താലേ ഇതൊക്കെ തന്നെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ അതൊക്കെ. കടല നമ്മൾ രണ്ടാമത് വാങ്ങി. കടല തിന്നാൻ പോയിട്ടുണ്ട്. ചെങ്ങന്മാരെ വണ്ടി കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല കേട്ടോ. റോഡ് നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഇച്ചാപ്പുരം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾക്ക് എത്തേണ്ടത്. എത്ര വണ്ടി എനിക്കറിയില്ല. രാവിലെ വരെ ഇവിടെ എത്തേണ്ടി വരാമോ? അതവിടെ വെയിറ്റിങ്ങിലാണ്. ഏതെങ്കിലുമൊക്കെ ഒരു വണ്ടി നമുക്ക് വണ്ടിക്കൂടെ ചവിട്ടിയാൽ അത് വലിയൊരു കിട്ടലാവും. 8:15 സമയമായി. ഞാൻ രക്ഷ. അരമണിക്കൂർ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്ത് അല്ലേ. ഞങ്ങളുടെ ഒരു വണ്ടി നിർത്തിയിട്ടാ. അത് സ്കൂൾ ബസ്സാണ്. ശരിക്കും പോലെ ആന്ധ്രയ്ക്കല്ല. കയ്യാട്ടിക്ക അങ്ങനെ കാട്ടി നിൽക്കുക. ഏത് ലൈറ്റ് കൊണ്ട് ഏതാ ബസ് ഏതാണ് ലോറി ഒന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല. അതിലൊരു വണ്ടി വരുന്നുണ്ട്. അതിൽ ബസ്സുണ്ടാ? ബസ്സില്ലല്ലേ? പോണ ബസ് ഏടാ ആ ബസ് ഒന്നും നിർത്തൂല്ലോ. ഞങ്ങൾ വെറുതെ ഒരു ബസ്സിൽ കയറിയാണ്ട് പിരിവറി കൊടുക്കാൻ പരിപാടിയിലാണ് ഇപ്പോൾ. പോയാൽ മാത്രമല്ല ഞാനും. കാരണം എന്താ അറിയോ, കുറച്ചൊന്നും അവിടെ ഞങ്ങൾ നമ്മളെ വെറുതെ പറയാൻ പറ്റില്ല. ബസ് അടിപൊളിയാണ് അല്ലേ. UPI പേയ്മെൻറ്റ് വരെ ഉണ്ട് ഈ ഒരു ബസ്സിൽ. ഫുൾ ആളുകളുണ്ട്. പക്ഷേ ഞാനും കൊക്കും വെറുതെ പൈസ കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുവാണ്. ഞങ്ങളിവിടെ ഹൈവേയിൽ തന്നെ ഇറങ്ങും. ഇവിടെ ഇറങ്ങേണ്ടി വരും നമ്മൾ. അല്ലാതെ എവിടെ ബസ്സിലത്തെ ആൾക്കാരൊക്കെ ഞങ്ങളായിട്ട് മോശക്കാരൊക്കെ. ആ പൊറുപ്പിയും വാങ്ങി അപ്പോൾ അത് അതിൻ്റെ തെരുവ് കൂടെ നടക്കുകയാണ്. ഇനി ഇവിടെ എവിടെ നിന്നിട്ട് ഇങ്ങനെ കയ്യാട്ടി വെക്കല്ലേ. സംഗതി വണ്ടി കിട്ടിയില്ല. അപ്പോൾ കയ്യാട്ടി സമയം കുറേ ആഴ്ച തണുക്കണുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താട്ടണം അറിയോ, നടക്കുകയാണ്. നമുക്ക് ഇച്ചാപ്പൂരിലേക്ക് 4 മണിക്കൂർ നടന്നെത്താൻ വേണ്ടി പറ്റും. 18 കിലോമീറ്ററാണുള്ളത്. ഒരുപാട് വണ്ടികളെ കയ്യാട്ടി. നന്നായി. ഇല്ലാത്ത ഏരിയക്കൊക്കെ ഉണ്ടാവും. നമ്മൾ നടന്നു പോകുമ്പോൾ ഉണ്ടാവും.
ഇതുപോലെ ഇതുവരെ പെട്ടിട്ടില്ല കേട്ടോ. ഒന്നില്ലാന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ആന്ധ്രയിലും നമ്മള് ഒഡീഷയിലുമാണ്. അങ്ങനെയാണ്. നമ്മളെ വണ്ടി എന്തായിക്കണമെന്ന് പോലും നമുക്കറിയില്ല. ടെൻഷൻ ഉണ്ട് നമുക്കല്ലേ. ഞങ്ങൾ ഈ കളിയും ചെറിയ കാര്യങ്ങൾ അത് നോക്കണ്ട. പക്ഷേ നമ്മളെ മനസ്സ് വണ്ടീൻ്റെ അടുത്താണ്. ഏതായാലും ഭക്ഷണമൊന്നുമില്ല. വീണ്ടും എണ്ണക്കടിയാണ്. ഇത് ബ്രെഡാണ് അല്ലേ? ബ്രെഡ് മതി. നടക്കന്നെയാട്ടെ ഞങ്ങള് നടന്നോണ്ട് നിൽക്കാണ്. ഞങ്ങൾ പോണ വണ്ടി കണ്ട് ചരിട്ടുണ്ട്. അടിയാട്ട് വണ്ടിയാണ് ഞങ്ങളെ വണ്ടി. ബോർഡില്ലാത്ത വണ്ടിയാണ്. പുതിയ വണ്ടി കൊണ്ട് പോകുന്ന ആളാണ്. പോക്കാം. കാണ്ടങ്ങള് ഞങ്ങൾ പോണ വണ്ടി ഓടിച്ചിട്ടില്ല. പുതിയ വണ്ടി. എന്താ വണ്ടിയാ? ഒരു 20 കിലോമീറ്റർ കൂടി കിട്ടണം. എന്നാൽ നമുക്ക് നമ്മളെ വണ്ടിൻ്റെ അടുത്ത് കെട്ടാൻ വേണ്ടി പറ്റും. ടോൾ പ്ലാസയാണ് മുന്നിട്ട് വരുന്നത്. ഇവിടുന്ന് ഒരു 20 കിലോമീറ്ററാണ് ഞാൻ നേരത്തെ നോക്കുമ്പോൾ കണ്ടിരുന്നത്. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നല്ല കാറ്റുണ്ടാവും വണ്ടി. ഓക്കെ ബാബു, ഒന്നൊരു മാറിക്ക് ബാബു. നമ്മളെ ടോൾ പ്ലാസയിലേക്ക് നമ്മളുടെ പുതിയ വണ്ടിയും കൊണ്ട് കയറാൻ വേണ്ടി പോവുകയാണ്. ഒന്നും നോക്കിയില്ല, എറിഞ്ഞു. ഒരു 30-35 ലക്ഷം റുപ്യ. എല്ലാവരും കാണുക. ഞങ്ങൾ ഇതാ പോവുകയാണ്. കുക്കൊക്കെ ഡ്രൈവർ സീറ്റിൻ്റെ അടുത്താണ്. ഓളേ ഞാൻ പറഞ്ഞ നമുക്കറിയില്ല. ഇയാളെ വേറെന്താണാവോ? ഏതായാലും നമ്മുടെ വണ്ടി ടാറ്റ. കണ്ടങ്ങൾ ടോൾ പ്ലാസയിൽ ഞങ്ങൾ നിൽക്കുന്ന ഒരു കാഴ്ചയാണത്. ഇത്ര ഹൈറ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. എവിടെയാണ്? കറപ്പാടു ടോൾ പ്ലാസ. ഇതാണ് ഈ മിന്നി കത്തുന്ന വണ്ടിയാട്ടോ നമ്മളെ വണ്ടി. ഓഹോ. പക്ഷേ എങ്കിൽ വേറെ വിഷയം എന്താ വെച്ചാല് നമുക്ക് ഫുള്ള് പോകാൻ വേണ്ടി പറ്റിയില്ല അല്ലേ? കുറച്ചും കൂടി ഇനിയും കുറേ ദൂരമുണ്ട്. കുറേ ഉണ്ട്. 24 കിലോമീറ്റർ ഉണ്ട്. എന്താ വേണോ? ഭക്ഷണമാണോ? എന്ത് കഴിക്കില്ലേ? എന്താ കഴിക്കാൻ? എനിക്ക് വിശക്കണമൊന്നുമില്ല. കഴിക്കില്ല. അപ്പോൾ ചായ എന്തെങ്കിലും ഉണ്ടോ? ചായ ഉണ്ടോക്കല്ലേ? നല്ല പ്ലെയിൻ ദോശ കിട്ടി. ഓരോ ഗ്ലാസ് ചായയുമുണ്ട്. ഇതും കുടിച്ചിട്ട് വലിഞ്ഞ് നടന്നാടല്ല 24 കിലോമീറ്റർ. 26 കിലോമീറ്റർ പൊള്ളിക്കും അല്ലേ? പോണം നമുക്കെന്നാ. വേന്തുന്നോ? വിശാഖപട്ടണം 243 കിലോമീറ്റർ. ഈ തണുപ്പത്ത് നടന്നുള്ള തലയും കൂടി പോയോണ്ട് അല്ലേ? ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇത് റോഡ് തന്നെയാണ്. ഒരു വണ്ടി പോയി വരും. ഇതിൽ ബാക്കിൽ കൂടെ ഒരു വണ്ടി വരുന്നുണ്ട്. നമ്മളിടക്കൊക്കെ കൈ കാണിക്കണമുണ്ട്. ആ വണ്ടിയോട് പോയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും സത്യാർത്ഥയിൽ എങ്ങനെയാണ് കാര്യങ്ങളെന്നുള്ളത്. അതാണ് ആ പോണ് നമ്മളെ. എൻ്റെ മക്കളെ, ഇപ്പുറത്ത് കാണുന്ന ലൈറ്റ് കണ്ടല്ലോ, ഫ്ലൈ ഓവർ ഇറങ്ങി പോണ സ്ഥലമാണ്. ഞങ്ങളതിൻ്റെ താഴത്ത് കൂടെയാണ്. ലൈറ്റില്ല ഇവിടെ ഒന്നും. എന്താ പറയുക, ഇതിന് മേലെ കൂടെ അതിലെങ്ങനെ പോകണ്ടോ ലോറികളൊക്കെ. കാണൂല, അതാണ് പ്രശ്നം. ഇനി കാണണമെങ്കിൽ എൻ്റെ മൊബൈലിൽ ചാർജും ഇല്ല, ഫോൺ സ്വിച്ച് ഓഫാ. അങ്ങ് ദൂരെ ഒരു വണ്ടി വരുന്നുണ്ട്. ഒരുപാട് നേരത്തേക്കൂടെ വണ്ടി ഇല്ലായിരുന്നു അല്ലേ? ഇവിടെ നിന്നും വരുന്നുണ്ട് ഒരു വണ്ടി. വരട്ടെ നമ്മൾ പോട്ടെ. സമയം എത്ര? 46. 12:46. 12:46 ഒരു വണ്ടി പോലില്ലാത്ത ഹൈവേയിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ല. പേടിയുണ്ടോ ചോദിച്ചാൽ പേടിക്കൊക്കെ വേണം അല്ലേ? പിന്നെ പേടിക്കണ്ടേ? അല്ല പിന്നെ എന്തായാലും ഇതൊക്കെയാണ് മക്കളെ യാത്ര എന്ന് പറയുന്നത്. റിസ്ക് എടുക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അത് മാത്രല്ല, നല്ല മഞ്ഞുണ്ട്.
ചെറിയും കളി മോനെ തലയിൽ തൊപ്പിയും കൂടി ഇല്ല ഞങ്ങളെ. അവൻ്റെ മക്കളവിടെ ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റിൻ്റെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഇപ്പോൾ സമയം ഇതാണുണ്ടോ എത്ര 1:45 നേരത്തെ ഞങ്ങൾ ഈ പറഞ്ഞ ക്ലൗഡ് ബെഡിൻ്റെ ഒക്കെ ചോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എടുത്തത് ഹെവി റിസ്ക് ആയിരുന്നു അല്ലേ? ടൈറ്റായി, പെരും ടൈറ്റായി. ഇനിയിപ്പോൾ ഏതായാലും ഇപ്പോൾ തുടങ്ങി വെച്ചില്ല, ഇനി പൂർത്തീകരിക്കാം. സത്യം പറഞ്ഞ കജ്ജും കാലൊക്കെ വേദനിച്ചിട്ട് വെച്ചാൽ കാലം പുതിയ കട്ടില് കട്ടപ്പം. അയ്യോ സംഭവം കോമഡി ആയിട്ടാ. സമയം 4 മണി. എന്തിൻ്റെ കേട് നടന്നിട്ട് ഇങ്ങോട്ട് ഓരൊക്കെ വന്നിട്ടാ പിരാന്തിക്കണം. അളന്ന് മുറിച്ചങ്ങൾ 2 പേരും എന്നിട്ട് വണ്ടിക്ക് കാലൊക്കെ കാട്ടഞ്ചിട്ട് എൻ്റെ അഭിപ്രായത്തിൽ 28 കിലോമീറ്റർ എങ്കിലും ഉണ്ടാവും നടക്കും. റോഡ് ഇതായോണ്ട് പിന്നും കുഴപ്പമില്ല. അല്ല ഒരു 20-25 കിലോമീറ്റർ എന്തായാലും നടന്നേക്കണം. 20 കിലോമീറ്റർ 24 കിലോമീറ്റർ എന്തായാലും നടന്നേക്കുന്നാണ് ഞാൻ കരുതണം. ഇനി ഇങ്ങനോട്ട് സംഭവിക്കാല്ല. ഇതുപോലത്തെ ഒരവസ്ഥ വന്നാൽ നല്ലോണം ചിന്തിക്കേണ്ടി വരും. നേരെ റൂമൊക്കെ എടുക്കുക, സെറ്റാക്കുക. വണ്ടി അത് ലോക്കാണല്ലോ, ഒരു അധീനം പോലത്തെ സ്ഥലമാണല്ലോ എന്ന് കരുതിയിട്ട് സമാധാനിച്ച. അല്ലാതെ ഇത്രയും വലിയ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങളിതൊരു എന്താ പറയുക രസമായിട്ട് തന്നെ പോകുന്നത്. പക്ഷേ സമയം ഒരുപാടായി. ഞങ്ങളൊന്ന് ഇതിലൊക്കെ വണ്ടിയൊക്കെ അങ്ങോട്ടും നീളത്തിന് കിട്ടും കരുതി. ഇതൊരു സ്ഥലത്ത് നിന്ന് വണ്ടി കിട്ടി, മറ്റേ സ്ഥലത്തു നിന്ന് പിന്നെ വണ്ടി കിട്ടിയില്ല. പിന്നെ അവിടെ നിന്ന് തീരെ കിട്ടാതായി. പിന്നെ നടന്നു പോരാന്നല്ലാതെ വേറെ രക്ഷയില്ല. നടുക്കപ്പെട്ടേ ഏതായാലും ഓക്കെ. എന്തായാലും ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.